അംവാസ് എന്ന് പറയുന്ന ഫലസ്തീനിലെ അംവാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ പ്ലേഗ്, ഒരു പകർച്ചവ്യാധി പിടികൂടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ധാരാളക്കണക്കിന് ആളുകൾ അതിൽ മരിച്ചു പോകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. നാം നേരത്തെ ഉദ്ധരിച്ച ഇമാം ബുഖാരിയിലെ ഹദീസിൽ നിങ്ങൾ 6 കാര്യങ്ങൾ എണ്ണിക്കോളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബൈത്തുൽ മുഖദ്ദസിൻ്റെ കീഴടക്കൽ, മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുമ്മ മൂറ്റാനുൻ, പിന്നെ വളരെ വ്യാപകമായ ഒരു മരണം സംഭവിക്കും. യഖുദു ഫീക്കും കഖുആസിൽ ഗനമി, ആടുകൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക രോഗമാണത്. പെട്ടെന്ന് അവയുടെ മൂക്കിൽ നിന്ന് ഒരു ദ്രാവകം പുറത്തു വരികയും വളരെ പെട്ടെന്ന് തന്നെ ആടുകളെല്ലാം ചത്തൊടുങ്ങുകയും ചെയ്യുന്ന ഒരു രോഗമുണ്ട്. ആ രോഗം പോലെ ഒരു രോഗം വരികയും ധാരാളം ആളുകൾ മരണപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് യഥാർത്ഥത്തിൽ ഹിജ്റ 18-ാം വർഷം ഈ പറയപ്പെട്ട അംവാസ് എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച പ്ലേഗിനെക്കുറിച്ചാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു. ഈ അംവാസ് എന്ന് പറയുന്ന സ്ഥലം ഫലസ്തീനിലെ റാമല്ലയിൽ നിന്ന് ഏകദേശം 6 മൈൽ ദൂരെ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള വഴിയിലാണ് ഈ സ്ഥലം നിലകൊള്ളുന്നത്. അവിടെ നിന്ന് അത് തുടങ്ങി പിന്നീട് ഷാമിൽ മുഴുവൻ ഇത് വ്യാപിക്കുകയും 25,000-ഓളം ആളുകൾ ആ പ്ലേഗിൽ മരണപ്പെട്ടു എന്നാണ്. 25,000-ഓളം ആളുകൾ. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ പല സ്വഹാബികളും ഈ പ്ലേഗിൽ മരണപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ധാരാളം ആളുകളുടെ ജീവനെടുത്ത ഈ ഒരു പകർച്ചവ്യാധിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതും ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടുത്തിയിരിക്കുന്നു.